നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കണ്ണൂരിലെ മുൻ ഡിവൈഎഫ്ഐ നേതാവ് മനു തോമസ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് നൽകിയ പരാതി കഴിഞ്ഞ ദിവസം പുറത്തായിരുന്നു. 2023 ഏപ്രിലാണ് മനു തോമസ് സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയത്. യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജർ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘവുമായി ചേർന്ന് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നാണ് മനു തോമസിന്റെ പരാതിയിൽ പറയുന്നത്. തെളിവായി ശബ്ദരേഖയും ജില്ലാ കമ്മിറ്റിക്ക് ലഭിച്ചതായി മനു തോമസ് പരാതിയിൽ പറയുന്നുണ്ട്. കണ്ണൂരിലെ പാർട്ടിയിൽ പിടിമുറുക്കാൻ ശ്രമിച്ച കൊട്ടേഷൻ സംഘങ്ങളോട് എതിരിട്ട മനു തോമസിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് CPM ഒഴിവാക്കിയിരുന്നു. ക്രിമിനൽ സംഘവുമായി പാർട്ടി നേതാക്കൾക്കുള്ള ബന്ധം തുറന്നു കാട്ടി പരാതി നൽകിയ മനു അതിനുശേഷമാണ് പിന്നോട്ടായത്. അംഗത്വം പുതുക്കാതിരുന്നതോടെ പദവികളിൽ നിന്ന് ഒഴിവായി. മനു തോമസിന്റെ പരാതിയിൽ കഴമ്പില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. ഇതിനു മറുപടിയായി സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ ക്രിമിനൽ സംഘങ്ങളുടെ രക്ഷകർ നേതൃത്വത്തിലെ ചിലരാണെന്ന് മനു തോമസ് തുറന്നടിച്ചിരുന്നു. പോര് നിയന്ത്രിക്കാൻ നേതൃത്വത്തിന് പോലും സാധിക്കാത്ത രീതിയിൽ എത്തിയിരിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ ഇന്നലെ രാവിലെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിന് പിന്നാലെ P ജയരാജനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട DYFI മുൻ ജില്ലാ പ്രസിഡന്റും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ മനു തോമസ് രംഗത്തെത്തി. പൊതുപ്രവർത്തകനായ തന്നെ ജനമധ്യത്തിൽ താറടിച്ചു കാണിക്കാനാണ് മനു തോമസിന്റെ ശ്രമമെന്നാണ് ജയരാജന്റെ ആരോപണം. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും P ജയരാജൻ അറിയിച്ചു. അതേസമയം P ജയരാജന് മറുപടിയായി പാർട്ടിയെ പൊതുമാധ്യമങ്ങളിൽ കൊത്തിവലിക്കാൻ ജയരാജൻ അവസരമൊരുക്കുകയാണെന്നും ഇതിനു മുൻപും ജയരാജൻ പാർട്ടിയെ ഇത്തരത്തിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്നും മനു തോമസ് സമൂഹ മാധ്യമത്തിലൂടെ ആരോപിച്ചു. P ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ക്വാറി ഉടമയ്ക്കായി പുതിയ ഏരിയ സെക്രട്ടറിയെ സൃഷ്ടിച്ചുവെന്നും വിദേശത്തുള്ള മകന് വഴിവിട്ട സഹായം ചെയ്തു കൊടുത്തുവെന്നും മനു തോമസ് ആരോപിച്ചു. ഫേസ്ബുക്കിൽ കമന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പരിമിതപ്പെടുത്തിയ മനു തോമസ് പരിഹസിച്ച് ആർമിക്കാർക്ക് കമന്റ് ബോക്സ് തുറന്നു കൊടുത്തിട്ടില്ല എന്നും എഴുതിയിട്ടുണ്ട്. മനുവിന്റെ പോസ്റ്റ് ഇങ്ങനെ: ശ്രീ P ജയരാജൻ, താങ്കൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു സംവാദത്തിന് തുടക്കമിട്ട സ്ഥിതിക്ക് മാധ്യമങ്ങളിലൂടെ പാർട്ടിയെ കൊത്തിവലിക്കാൻ അവസരമൊരുക്കുകയാണ് താങ്കൾ ചെയ്യുന്നത്. ഉന്നത പദവിയിലിരുന്ന് പാർട്ടിയെ പലവട്ടം ഇതുപോലെ പ്രതിസന്ധിയിലാക്കിയ ആളാണ് താങ്കൾ. ഓർമ്മയുണ്ടാകുമല്ലോ പലതും. താങ്കളുടെ ഇന്നത്തെ അവസ്ഥ പരമദയനീയവുമാണ്. താങ്കൾ സ്വന്തം ഫാൻസുകാർക്ക് വേണ്ട കണ്ടന്റ് പാർട്ടിയുടേത് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് തുടങ്ങിയതുകൊണ്ട് എന്തായാലും നമുക്കൊരു സംവാദം തുടങ്ങാം. ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിമാരെ വരെ സൃഷ്ടിക്കാൻ കഴിയുന്ന താങ്കളുടെ പാഠവും വിദേശത്തും സ്വദേശത്തും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ കോപ്പി കച്ചവടങ്ങളും എല്ലാം നമുക്ക് പറയാം. ഈ അടുത്ത് പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ചർച്ച നടത്തിയതടക്കം എല്ലാം ജനങ്ങൾ അറിയട്ടെ. പാർട്ടിക്കറിയാത്ത ജനങ്ങൾക്കറിയാത്ത ഒന്നും എനിക്ക് മറച്ചു വെക്കാനില്ല. താങ്കൾക്ക് എന്തെങ്കിലും എന്നെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. പണിയെടുത്ത് തിന്നുന്നതാണ് എനിക്കിഷ്ടം. സ്വാഗതം. ആർമിക്കാർക്ക് കമന്റ് ബോക്സ് തുറന്നു കൊടുത്തിട്ടില്ല. സംവാദത്തിന് ഫാൻസുകാരെ അല്ല ക്ഷണിച്ചത്. വെറുതെ സമയം കളയണ്ട. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.